ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠമായ നിവർന്നു നിൽക്കാം എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് അല്ലേ. ചിത്രത്തിൽ എന്താണ്? ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ്. അതിലെന്താണ്? നിറയെ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ആ മത്സ്യങ്ങളുടെ പ്രത്യേകത നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങളാണ് ആ ജലാശയത്തിലുള്ളത്. എന്താണ്? പല നിറത്തിലുള്ളതുണ്ട്, വലുപ്പത്തിലുള്ളതുണ്ട്. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് അതിൽ കാണാൻ പറ്റുന്നത്? ആകൃതിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിലുണ്ട്, വലുപ്പത്തിലുണ്ട്. ഇനി അടുത്തത് പറയുന്നത് മത്സ്യത്തിൻ്റെ മാതൃക നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് മത്സ്യത്തിൻ്റെ മാതൃക നിർമ്മിക്കുന്നത്? മത്സ്യത്തിൻ്റെ ആകൃതിയിൽ 2 തുണി കഷ്ണങ്ങൾ നിങ്ങളുടെ കൈപ്പത്തി വലുപ്പത്തിൽ മുറിച്ചെടുക്കൂ. ബട്ടൺസുകളോ മുത്തുകളോ ഉപയോഗിച്ച് ഇവയ്ക്ക് കണ്ണുകൾ ഒട്ടിച്ച് ഭംഗിയാക്കാമല്ലോ. അപ്പോൾ എന്താണ്? തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മത്സ്യത്തിൻ്റെ മാതൃക ഉണ്ടാക്കാൻ പറയുന്നത്. അങ്ങനെ മത്സ്യത്തിൻ്റെ മാതൃക ഉണ്ടാക്കിയതിന് ശേഷം ആ മത്സ്യത്തിനെ അതിൻ്റെ വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആ മത്സ്യത്തിന് നേരെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പച്ച ഈർക്കിൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ രൂപമുണ്ടാക്കിയെടുക്കുക. ഈർക്കിലുകൾ യോജിപ്പിക്കാൻ പശയോ നൂലോ ഉപയോഗിക്കാം. ഇനി അടുത്തത് പറയുന്നത് മത്സ്യത്തിൻ്റെ മാതൃക ഈർക്കിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഈർക്കിലുകൾ ഒട്ടിക്കേണ്ടത്. പശയോ നൂലോ ഉപയോഗിച്ച് ഈർക്കിൽ ഒട്ടിക്കാം. ഇതിൻ്റെ ഇരുപുറവും മത്സ്യത്തിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത തുണി കഷ്ണം ഒട്ടിക്കും. എന്നിട്ട് ഈർക്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം മത്സ്യത്തിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്തിട്ടുള്ള തുണികൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. ഇപ്പോൾ ഭംഗിയുള്ളൊരു മത്സ്യത്തെ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ളൊരു മത്സ്യത്തെ കിട്ടും. ഇനി ഈ മത്സ്യത്തിൻ്റെ വാല് പിടിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നേരെ നിൽക്കുമോ? അപ്പോൾ അങ്ങനെ ഈർക്കിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മത്സ്യത്തിനെ നേരെ നിർത്താൻ ശ്രമിച്ചാൽ നേരെ നിൽക്കും. കാരണം നേരത്തെ തുണി മാത്രമായിരുന്നു. ഇപ്പോൾ തുണിയുടെ കൂടെ ഈർക്കിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ആ മത്സ്യത്തിനെ നമുക്ക് നേരെ നിർത്താൻ കഴിയും. നിങ്ങൾ ഉണ്ടാക്കിയ 2 മത്സ്യങ്ങളുടെയും വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവയിൽ കണ്ടെത്തിയ പ്രത്യേകതകൾ താഴെ കാണുന്ന പട്ടികയിൽ എഴുതൂ. അപ്പോൾ ആദ്യം തുണിയിൽ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ വാൽ പിടിച്ച് നമ്മൾ നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ എന്താണ്ടായത്? വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ നേരെ നിൽക്കുന്നില്ല. ഈ മറ്റേതെന്ന് പറഞ്ഞാൽ തുണിയും ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ച മത്സ്യം വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ നേരെ നിൽക്കുന്നു. 2 നിർമ്മാണത്തിലും നിങ്ങൾ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടാമതുണ്ടാക്കിയ മത്സ്യം മാത്രം നേരെ നിന്നത്? രണ്ടാമത് നിർമ്മിച്ച മത്സ്യത്തിൽ ഈർക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇതെന്തിനാണ്? അപ്പോൾ രണ്ടാമത് നിർമ്മിച്ച മത്സ്യം നേരെ നിൽക്കാനുള്ള കാരണം അതിൽ ഈർക്കിലും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം ഇങ്ങനെ ഈർക്കിൽ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ആ മത്സ്യത്തിന് എന്താണ്? ഒരു രൂപം കിട്ടി. പിന്നെ അതേപോലെ തന്നെ മത്സ്യത്തിന് നിവർന്ന് നിൽക്കാൻ പറ്റി. പിന്നെ അതിനൊരു ബലം കിട്ടി. ഇനി മത്സ്യത്തിനുള്ളിൽ യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ മീൻ മുള്ള് കണ്ടിട്ടില്ലേ? ഇതിൽ നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ ഈർക്കിൽ കെട്ടിയതുപോലുള്ള ഭാഗവുമായി സാമ്യം കാണുന്നില്ലേ? ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇനി യഥാർത്ഥ മത്സ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ മത്സ്യത്തിന് നമുക്കറിയാം മീൻ മുള്ളുണ്ട്. അപ്പോൾ ഈ മീൻ മുള്ളും നമ്മൾ നേരത്തെ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ മാതൃകയിൽ ഈർക്കിലും എന്താണ് തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. മീൻ മുള്ളിൻ്റെ പകരമായിട്ടാണ് ഇവിടെ എന്താണ്? ഈർക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈർക്കിൽ അതിന് ബലം നൽകിയതുപോലെ രൂപം നൽകിയതുപോലെ എന്താണ്? ഈ മീൻമുള്ളാണ് അപ്പോൾ യഥാർത്ഥ മത്സ്യത്തിനൊരു ബലവും അതുപോലെ അതിന് നിവർന്നു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മത്സ്യത്തിൻ്റെയും ആ മത്സ്യത്തിൻ്റെ ഉള്ളിലുള്ള മുള്ളിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗമുള്ളത്? ഇനി മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്ര ഭാഗമുള്ളത്? ഇനി അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടി ചിക്കൻ കഴിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഈ ചിക്കൻ ഇല്ലില്ലായിരുന്നെങ്കിൽ മുഴുവൻ കഴിക്കാമായിരുന്നു. കുട്ടി പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങളുണ്ടോ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തും. അപ്പോൾ ചിക്കന് എല്ലുണ്ട്. അപ്പോൾ ആ എല്ലുള്ള ഭാഗം കഴിക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ മറ്റുള്ള ജീവികൾക്കും ഇന്നിങ്ങനെ കട്ടിയുള്ള എല്ലുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കോഴിയുടെയും പല്ലിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താണ്? അവയുടെ എല്ലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിയുടെ എല്ലിൻ്റെ രൂപമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പല്ലിയുടെ എല്ലിൻ്റെ രൂപമാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ എല്ലുകൾ ചേർന്നിട്ടുള്ള ഈ രൂപം, എല്ലിന് പറഞ്ഞ മറ്റൊരു പേരാണ് അസ്ഥി. അപ്പോൾ ഈ രൂപമാണ് അസ്ഥിക്കൂടം.
എന്ന് പറയുന്നത്. അപ്പോൾ എല്ലിന് പറയുന്ന മറ്റൊരു പേരാണ് അസ്ഥി. അപ്പോൾ ഓരോ ജീവികളുടെയും ഈ രൂപത്തിന്, ആ എല്ലുകൾ ചേർന്നിട്ടുള്ള രൂപത്തിന് പറയുന്ന പേരാണ് അസ്ഥിക്കൂടം. അപ്പോൾ കോഴിയുടെ അസ്ഥിക്കൂടം അവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ പല്ലിയുടെയും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് അസ്ഥിക്കൂടത്തിനുള്ള നിർവചനമാണ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥിക്കൂടം. അപ്പം അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളുടെ ചട്ടക്കൂടാണ്. അതെന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന് ഉറപ്പും ആകൃതിയും പിന്നെ ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും അസ്ഥിക്കൂടങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആന്തരാവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള അവയവങ്ങളാണ്. അതായത് തലച്ചോറ്, ഹൃദയം, അതൊക്കെ ശരീരത്തിനുള്ളിലതാണ് ആന്തരാവയവങ്ങൾ. അങ്ങനെ ഈ ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകലും എന്താണ്? അസ്ഥിക്കൂടത്തിൻ്റെ ധർമ്മമാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥിക്കൂടങ്ങളാണ് ഇവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥിക്കൂടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോയെന്ന് എഴുതി നോക്കൂ. അപ്പോൾ എന്താ, കുറച്ച് ജീവികളുടെ അസ്ഥിക്കൂടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപം കണ്ടിട്ട് അത് ഏത് ജീവിയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് വവ്വാലിൻ്റെ രൂപമാണ് അല്ലെ അസ്ഥിക്കൂടം. അപ്പോൾ അത് വവ്വാലിൻ്റെ അസ്ഥിക്കൂടം. രണ്ടാമത്തേത് പശു, മൂന്നാമത്തേത് മുതല. അസ്ഥിക്കൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ തിരിച്ചറിഞ്ഞത്? നമ്മൾ അവയുടെ ആകൃതി നോക്കിയിട്ടാണ് അവർ തിരിച്ചറിഞ്ഞത്. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥിക്കൂടം ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥിക്കൂടത്തിന് ഭാരമുണ്ടോ? പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായി എല്ലാ ജീവികൾക്കും എന്താണ്? അസ്ഥിക്കൂടമുണ്ട്. പിന്നെ ഈ അസ്ഥിക്കൂടത്തിന് ഭാരമുണ്ടെങ്കിൽ പക്ഷികൾക്ക് എങ്ങനെയാണ് പറക്കാൻ പറ്റുന്നത്? പക്ഷികൾക്കും അസ്ഥിക്കൂടമുണ്ട്. പക്ഷികൾക്ക് എങ്ങനെയാണ് പറക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് പക്ഷികളുടെ അസ്ഥിക്കൂടത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷികളുടെ അസ്ഥിക്കൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥിക്കൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. അപ്പോൾ പക്ഷികൾക്കും എന്താണ്? അസ്ഥിക്കൂടമുണ്ട്. പക്ഷെ പക്ഷികൾ എന്താണ്? പറക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷികളുടെ അസ്ഥിയിൽ എന്താണ്? വായു അറകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥിക്കൂടത്തിന് ഭാരം കുറവായിരിക്കും. ഇങ്ങനെ ഭാരം കുറവായതുകൊണ്ട് മാത്രമാണ് പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നത്. ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ അറിയാമോ? പെൻഗ്വിൻ പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുതും. അപ്പോൾ എന്താണ്? എല്ലാ പക്ഷികൾക്കും പറക്കാൻ പറ്റില്ല. ചില പക്ഷികളൊന്നും പറക്കുന്നില്ല. ഒരു ഉദാഹരണമാണ് പെൻഗ്വിൻ. പെൻഗ്വിൻ എന്താണ്? പറക്കുന്നില്ല. അപ്പം അതിനുള്ള കാരണം എന്താ? അതിന് ശരീരഭാരം വളരെ കൂടുതലാണ്. പിന്നെ ശരീരഭാരം വളരെ കൂടുതലായതുകൊണ്ട് പിന്നെന്താണ്? എല്ലുകൾക്കും വളരെ ഭാരം കൂടുതലായിരിക്കും. പിന്നെ ചെറിയ ചിറകുകളാണുള്ളത്. ഇനി ഇതുപോലെ പെൻഗ്വിൻ പോലെ വേറെ ഏതൊക്കെ പക്ഷികൾക്കാണ് പറക്കാൻ കഴിയാത്തത്? എമു, ഒട്ടകപ്പക്ഷി. ഇനി അടുത്തത് അസ്ഥി നമ്മുടെ ഉള്ളിലും. നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങിയ വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കൂ. എല്ലാ അസ്ഥികളും ഒരുപോലെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലും അസ്ഥികൾ അഥവാ എല്ലുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, കാലിലുണ്ട്, തലയിലുണ്ട്, എല്ലാ ഭാഗത്തും എന്താണ്? എല്ലുകളുണ്ട്. എന്നാൽ എല്ലാ എല്ലുകൾക്കും ഒരേ നീളമല്ല നമുക്ക് സ്പർശിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നീളം കുറഞ്ഞ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങളോ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം, പിന്നെ ഓരോ ഭാഗത്തുള്ള എല്ലുകളുടെ പ്രത്യേകതകൾ, അതിൻ്റെ പേരൊക്കെയാണ്. ഓക്കെ. അപ്പോൾ മനുഷ്യ അസ്ഥിക്കൂടം. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥിക്കൂടം. അപ്പോൾ മനുഷ്യൻ്റെ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, പിന്നെ കൈകളിലെ എല്ല്, കാലുകളിലെ എല്ല്, ഇടുപ്പെല്ല്, ഇതൊക്കെ ചേർന്നാലാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എല്ലും പൂർത്തിയാവുന്നത്. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ച് ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യ അസ്ഥിക്കൂടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂ. അപ്പോൾ ആദ്യം പറയുന്നത് തലയോടിനെ കുറിച്ചാണ്. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. അത് ഏതാണെന്ന് പറയാമോ? ഭക്ഷണം ചവക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് പരിശോധിക്കൂ. അപ്പോൾ ആദ്യം പറയുന്നത് മനുഷ്യ അസ്ഥിക്കൂടത്തിലെ തലയോടിനെ കുറിച്ചാണ്. അപ്പോൾ തലയോടിൽ മൊത്തം 22 അസ്ഥികളാണ് ഉള്ളത്. ഇനി ഇവിടുത്തെ 22 അസ്ഥികളിൽ ഒരസ്ഥി മാത്രമാണ് ചലിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ചലിപ്പിക്കാൻ പറ്റുന്ന അസ്ഥിയാണ് കീഴ്ത്താടി എല്ല്. അസ്ഥിക്ക് പറയുന്ന മറ്റൊരു പേരാണ് എല്ല്. അപ്പോൾ ആ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥിയാണ് എന്താണ്? കീഴ്ത്താടി എല്ല്. ഭക്ഷണം ചവക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി. അപ്പോൾ ഈ കീഴ്ത്താടി എല്ല് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിച്ച് ചവക്കുന്ന സമയത്താണ് ഈ അസ്ഥി ചലിക്കുന്നത്.
തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് എഴുതൂ. ഇതുകൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അവയവം മസ്തിഷ്കമാണ്. മസ്തിഷ്കം ഒരു ആന്തര അവയവമാണ്. അപ്പോൾ ഈ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത് തലയോടാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് എന്നിവയ്ക്കും സംരക്ഷണം നൽകുന്നത് ഈ തലയോട് തന്നെയാണ്. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. എത്ര പ്രാധാന്യത്തോടെ ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത് എന്ന് തലയോടിൻ്റെ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കും. ഹെൽമെറ്റ് ജീവൻ്റെ കവചം. പത്രവാർത്ത ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് എന്താണ് സംരക്ഷണം നൽകുന്നതാണ് ഹെൽമെറ്റ്. അപ്പോൾ അത് അവർ ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം: വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമെറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്നും പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. അപ്പോൾ എന്താണ്, ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവരുടെ കയ്യിൽ നിന്നും, ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്താണ് പിഴ ഈടാക്കണം എന്നാണ് പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്കൂട്ടറിലും മറ്റു യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. ഒരുവിധം എല്ലാവരും ധരിക്കാറുണ്ട്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മൾ ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് വല്ല അപകടങ്ങളും സംഭവിച്ചാൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് തലയോടിനെ കുറിച്ച് വരുന്നത്. തലയോടിൽ 22 എല്ലാണുള്ളത്. അടുത്ത് ഒരെല്ല് മാത്രമാണ് ചലിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് നട്ടെല്ല്. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥിക്കൂടം. അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. അപ്പം നട്ടെല്ല് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. ഇനി നട്ടെല്ലുള്ള അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. മൊത്തം 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കൾ ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കും. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്ന നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. അപ്പോൾ നമ്മുടെ നട്ടെല്ല് സംരക്ഷിക്കപ്പെടുന്നത് സുഷുമ്ന നാഡിയാണ്. അപ്പോൾ ഇത്രയാണ് നട്ടെല്ല്. ശരീരത്തിന് നിവർന്നു നിൽക്കാനും ചലിക്കാനും സഹായിക്കുന്ന അസ്ഥിയാണ് നട്ടെല്ല്. ഇനി അടുത്തതാണ് വാരിയെല്ല്. വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ച് മനസ്സിലാക്കൂ. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം 12 എല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. അത് ആന്തരാവയവമായിട്ടുള്ള ഹൃദയം, ശ്വാസകോശം, പിന്നെ ചില രക്തക്കുഴലുകൾ എന്നിവയെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തത് തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: തലയോട്ടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 22. തലയോട്ടിലെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ല്. നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ല്. നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്ത്? ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ല്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തലച്ചോറ്, പിന്നെ ചെവി, മൂക്ക്, കണ്ണ്, നാക്ക്. ഇനി അടുത്തത് കൈകാലുകളിലെ അസ്ഥികൾ. മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യൻ്റെ കൈയിലെ അസ്ഥികളിലെ ചിത്രം നിരീക്ഷിക്കൂ. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു കൈയിൽ എത്രയാണ്? 32 അസ്ഥികളാണ് ഉള്ളത്. 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും? ചർച്ച ചെയ്യൂ. അപ്പോൾ നമ്മുടെ കൈയിലെ അസ്ഥിയെ അപേക്ഷിച്ച് കാലിലെ അസ്ഥിക്ക് എന്താണ് ബലം കൂടുതലാണ്. ഇതിനുള്ള കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നത് നമ്മുടെ കാലുകളിലെ അസ്ഥികളാണ്. അപ്പം അതുകൊണ്ടാണ് കാലിലെ അസ്ഥിക്ക് കൈയിലെ അസ്ഥികളേക്കാൾ ബലം കൂടുതൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ചിത്രം നിരീക്ഷിച്ചത്. അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കിയാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എല്ലെന്ന് പറഞ്ഞാൽ തുടയെല്ലാണ്. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികളുണ്ടാവും.
പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 അസ്ഥിയായി കുറയുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കണക്കാക്കൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. നമ്മൾ ജനിച്ച സമയത്ത് 300 പിന്നീട് അതെന്താണ് 206 മാറി. ഇനി അവിടെ എന്താണ് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലുമുള്ള അസ്ഥികളുടെ എണ്ണം എഴുതി അവസാനം എന്താണ് എത്ര അസ്ഥികളുണ്ടെന്ന് കണക്ക് കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗം നട്ടെല്ലുള്ള അസ്ഥികളുടെ എണ്ണം 33, മാറലിൽ 1, പിന്നെ 2 കൈയിലും 64, വാരിയെല്ലിൽ 24, 2 കാലിലും 62, വാരിയെല്ലിൽ 24, തലയോട്ടിൽ 22, പിന്നെ അങ്ങനെ ആകെ ഇത്രയും ഭാഗത്താണ് അസ്ഥികളുള്ളത്. ഇതിന് ആകെ 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി അടുത്തത് അവിടെ കൊടുത്തിട്ടുള്ളത് അസ്ഥികളുടെ ധർമ്മങ്ങളാണ്. 1, അസ്ഥിക്കൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു, ബലം നൽകുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, ചലിക്കാൻ സഹായിക്കുന്നു. ഇത്രയാണ് അസ്ഥികളുടെ ധർമ്മം. ഇനി അടുത്തത് തരുണാസ്ഥികൾ. നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? ഇവ പിടിച്ച് വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സാധിക്കുന്നത്? ഏത് തരം അസ്ഥിയാണ് അവിടെയുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂക്കിലും അതുപോലെ ചെവിയിലൊക്കെ എന്താണ് അസ്ഥികളുണ്ട്. എന്നാൽ ബാക്കിയുള്ള അസ്ഥികളെ അപേക്ഷിച്ച് ചെവിയിലും മൂക്കിലുള്ള അസ്ഥികൾ എന്താണ് മൃദുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് അത് വളക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ആ അസ്ഥികൾക്ക് എന്താണ് പറയാന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് തരുണാസ്ഥികൾ എന്താണ് മൃദുവാണ്. ഇത് കാണപ്പെടുന്നത് ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം എന്നിവിടങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് തരുണാസ്ഥികൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.